सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। ॐ सं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ॐ नमो नारायणाय नमः। ॐ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। ബഹുമാന്യ സദസ്സിന് എന്റെ വിനീത പ്രണാമം. ബഹുമാനരായ ഗുരുജനങ്ങളെ, ആദരണീയരായ ഭക്ത സജ്ജനങ്ങളെ, പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നരസിംഹ ദശാവതാര ചാർത്തിനോടനുബന്ധിച്ച് എന്റെ ആധ്യാത്മിക പ്രഭാഷണം ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്ന ശ്രീ രുധീഷ് ചന്ദ്രൻ RC സദനം പിടവൂർ, അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും എന്റെ ശബ്ദം ശ്രവിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. സമർപ്പിക്കുന്ന അജിത് ശിവൻ പുന്നമൂട്ടിൽ പിടവൂർ അവർക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ഒരു നല്ല ചടങ്ങ് കണ്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. ഇത്രയും മനോഹരമായ ഒരു വേദിയിൽ ശബ്ദം കേൾക്കാനായിട്ടിരിക്കുന്ന എല്ലാ നിവാസികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിസംബോധന ചെയ്യുകയാണ്. ആദ്യമായി നമ്മൾ എപ്പോഴും പറയുന്നൊരു പേരാണ് ആധ്യാത്മിക പ്രഭാഷണം, മതപ്രഭാഷണം എന്നിങ്ങനെ. ഹിമാലയാത് സമാരഭ്യ യാവത് ഹിന്ദു സരോവരം താവത് ദേശം ഹിന്ദുസ്ഥാൻ ഇത് നാമേണ കഥ്യതേ. വടക്ക് ഹിമാലയം മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശ്വ സംസ്കൃതിയാണ് സനാതനധർമ്മം. സനാതനധർമ്മം ഹിന്ദു എന്ന പേരുമായി സമന്വയിച്ചിട്ട് ദശാബ്ദങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സിന്ധു നദിയുടെ തീരത്ത് അധിവസിച്ചിരുന്നവരെ അതിന്റെ മറുകരയിലുള്ളവർ അഭിവാദ്യം ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു സിന്ധുക്കൾ എന്നത്. പിന്നീട് അത് കാലാന്തരത്തിൽ മാറ്റത്തിന് വിധേയമായി ഹിന്ദുവായി പരിണമിച്ചതാണ്. അതായത് ഒരു സാംസ്കാരിക ജീവിത രീതി, ഒരു ദേശീയതയുടെ മുഖമാണ് സനാതന സംസ്കൃതത്തിന് ഉള്ളത്. ഓംകാരമായ പൊരുൾ മൂന്നായി പിറന്നതിൽ ആംകാരമായതിനു ഞാൻ തന്നെ സാക്ഷി. അകാര ഉകാര മകാരങ്ങളുടെ സമന്വയമായ ലോകത്തിന്റെ പ്രണവ മന്ത്രമായ ഓംകാരം എന്ന മന്ത്രത്തിൽ അധിഷ്ഠിതമാണ് സനാതന സംസ്കൃതി. നമ്മുടെ ഏത് മന്ത്രം നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഓം എന്ന ശബ്ദത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. ആ ശബ്ദം ആ നാമജപത്തിന്റെ പൂർണ്ണതയാണ് കാണിക്കുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് പ്രപഞ്ചത്തിന് ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ബ്രഹ്മം എന്ന ചൈതന്യത്തെയാണ് ആത്യന്തികമായി നമ്മൾ ആരാധിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓംകാരം എന്ന പ്രണവ മന്ത്രത്തിൽ അധിഷ്ഠിതമായ ബ്രഹ്മം എന്ന ആത്യന്തിക ജ്ഞാനത്തിലേക്കുള്ള യാത്രയായ ഒരു സാംസ്കാരിക ജീവിത ശൈലിയാണ് സനാതനധർമ്മം. സനാതനധർമ്മത്തിന്റെ പൈതൃകം വേദ കാലഘട്ടം മുതലാണ് ആരംഭിക്കുന്നത്. ഹിന്ദുമതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളും വേദമാണ്. വിദ്യതേ അനീന ഇത് വേദം. വിദ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നുമാണ് വേദം എന്ന വാക്കിന്റെ ഉത്പത്തി. അതിന്റെ അർത്ഥം ജ്ഞാനം എന്നതാണ്. വേദം ഏതൊരു വാക്കിന്റെയും ഉപസർഗമായിട്ടാണ് നമ്മൾ പ്രയോഗിക്കുക. ഏത് വാക്കിനോടൊപ്പം വേദം എന്ന വാക്ക് ചേർക്കുമ്പോഴും പൂർണ്ണമായ അർത്ഥത്തെ പ്രദാനം ചെയ്യുന്നത് എന്നതാണ് അർത്ഥം. ഭാരതീയ സംസ്കാരത്തിന് 4 വേദങ്ങളുണ്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ബന്ധങ്ങളിൽ അമ്മയെ പോലെ, നദികളിൽ ഗംഗയെ പോലെ വേദങ്ങളിൽ ഋഗ്വേദത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും മാതൃസ്ഥാനമാണ് ഋഗ്വേദം അലങ്കരിക്കുന്നത്. 1028 സൂക്തങ്ങളും 10462 സ്തോത്രങ്ങളും 10 മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ഋഗ്വേദം. ഋഗ്വേദത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഗായത്രി മന്ത്രം, മേധാസൂക്തം എന്നീ മന്ത്രങ്ങളുടെ ഉത്പത്തി. ഗായത്രി മന്ത്രം എനിക്കും നിങ്ങൾക്കും വളരെ സുപരിചിതമാണ്. ഓം ഭൂഗർ
വിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. ഇതിന്റെ അർത്ഥം ഭൂമി, അന്തരീക്ഷം, സ്വർഗം ഇവയിൽ സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയായ സകലത്തിനെയും ജനിപ്പിക്കുന്ന സവിതാവായ ദേവന്റെ ചൈതന്യഭാവത്തിന്റെ സർവോത്കൃഷ്ടമായ തേജസ്സിനെ നമുക്ക് ധ്യാനിക്കാം. ആ ദേവൻ നമ്മുടെ ബുദ്ധിശക്തിക്ക് പ്രചോദനമരുളട്ടെ, നമ്മെ പരിരക്ഷിക്കട്ടെ എന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിരുന്ന ഗായത്രി മന്ത്രം ജപിക്കുന്ന വ്യക്തിയുടെ ബുദ്ധിശക്തിക്ക് വൈഭവം ഉണ്ടാകുമെന്ന് ശാസ്ത്രം പോലും തെളിയിച്ചതാണ്. രണ്ടാമത്തെ മന്ത്രമാണ് മേധാസൂക്തം. മേധാസൂക്തം വേദകാലഘട്ടം മുതൽ തന്നെ കേട്ട് പഠിക്കുന്ന ഒരു മന്ത്രമാണ്. എഴുതി കൊടുത്ത് പഠിക്കാൻ പാടില്ല എന്ന് വേദം നിഷ്കർഷിച്ചിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണത്. ഓം സദസ്സസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യമസ്തനിം മേധാമയശിഷൻ സ്വാഹ. ഓം യാം മേധാം ദേവഗണാം പിതരശ്ചോപാസ്തതേ തയാ മാമധ്യമേധയാഗ്നി മേധാവിനം കുരു സ്വാഹ. ഓം യാം മേധാം ദേവഗണാം പിതരശ്ചോപാസ്തതേ തയാ മാമധ്യമേധയാഗ്നി മേധാവിനം കുരു സ്വാഹ. ഓം മേധാം മേ വർണോ ദദാതു മേധാമഗ്നി പ്രജാപതി മേധാമിന്ദ്രശ്ച വായുശ്ച മേധാം ദാതു മേ സ്വാഹ. ഇതാണ് മേധാസൂക്തം. ഇത്തരത്തിൽ സനാതന സംസ്കൃതിയുടെ ഭാഗമായ മൂല്യവത്തായ മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഋഗ്വേദം. ഞാനൊരു സംസ്കൃത വിദ്യാർത്ഥിനിയാണ്. നമ്മൾ സംസ്കൃതത്തെ രണ്ട് രീതിയിൽ പറയാറുണ്ട്, ലൗകിക സംസ്കൃതം എന്നും വൈദിക സംസ്കൃതം എന്നും. ലൗകിക സംസ്കൃതമാണ് നമുക്ക് സാധാരണ പഠന വിധേയമായി വരിക. പക്ഷേ വൈദിക സംസ്കൃതം എന്ന് പറയുന്നത് വേദങ്ങളിൽ ഉപയോഗിക്കുന്ന സംസ്കൃത ഭാഷയാണ്. അത് ഒരു ലൗകിക സംസ്കൃത പണ്ഡിതന് പോലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അത്രമേൽ സങ്കീർണമായതാണ്. രണ്ടാമത്തെ വേദമാണ് യജുർവേദം. യജ്ഞം കഥം കരിഷ്യതി ഇത് യജുർവേദം. ഹിന്ദുമതത്തിന്റെ സാംസ്കാരികവുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ടെടുക്കുന്നതാണ് ഉത്സവങ്ങളും ആരാധനാ രീതികളും മന്ത്രജപങ്ങളും എല്ലാം തന്നെ. പലപ്പോഴും സനാതന സംസ്കാരം അന്ധവിശ്വാസത്തിന്റേതാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഇത്തരത്തിൽ ഒരുപാട് പൂജാവിധികളെ കൊണ്ട് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നതാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ കടന്നു പോകുന്ന മന്ത്രജപങ്ങളും യാഗങ്ങളും എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതാണ് യജുർവേദം. പലപ്പോഴും ബലിതർപ്പണമൊക്കെ ചെയ്യുന്ന സമയത്ത് കർക്കിടക വാവിന്റെ അന്ന് നമ്മൾ തിരുമുല്ലാവാരം പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും വേദഗ്രന്ഥങ്ങളെ പറ്റിയിട്ടോ മന്ത്രങ്ങളെ പറ്റിയോ അടിസ്ഥാനപരമായ അറിവില്ലാത്ത വ്യക്തികൾ പോലും അവിടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നിരന്തരമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ അറിവില്ലായ്മ എന്നതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ടിവിയിലൊക്കെ അഡ്വർടൈസ്മെന്റ് എന്ന് കാണാറുണ്ട്, ഈ ഒരു യന്ത്രം നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി, സാമ്പത്തിക ലാഭം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ. അപ്പൊ നമ്മുടെ ചിന്താഗതിക്ക് യുക്തിചിന്തയ്ക്ക് യോജിക്കാത്ത ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം യാഗങ്ങളെ പറ്റി മന്ത്രങ്ങളെ പറ്റി ആത്യന്തികമായ അറിവില്ലാത്തതാണ്. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോകാവുന്ന യാഗങ്ങൾ എങ്ങനെ ശരിയായി ശാസ്ത്രീയമായി അനുഷ്ഠിക്കണം എന്നതിനെ പറ്റി നമുക്ക് അറിവ് നൽകുന്നതാണ് യജുർവേദം. 1075 സ്തോത്രങ്ങളിൽ 25 മാത്രമാണ് യജുർവേദത്തിൻ്റെതായിട്ടുള്ളത്. ബാക്കി മുഴുവനും ഋഗ്വേദത്തിൽ നിന്നും കടം കൊണ്ടതാണ്. മൂന്നാമത്തെ വേദമാണ് സാമവേദം. സാമ്യന്റെ ആഹ്ലാദയതേ ഇത് സാമം. സാന്ത്വനിപ്പിക്കുന്നത്, ആഹ്ലാദിപ്പിക്കുന്നത് ആണ് സാമവേദം. ഋഗ്വേദത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു മന്ത്രം കൂടിയാണിത്. 1075 സൂത്രങ്ങളിൽ 75 മാത്രമാണ് സാമവേദത്തിൻ്റെതായിട്ടുള്ളത്. നമ്മൾ ഒരു ഉത്സവം നടത്തുന്ന സമയത്ത് പലപ്പോഴും കലാപരിപാടികൾ വെക്കാറുണ്ട്. അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇത്തരത്തിൽ ഹിന്ദുമതത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള കലകളുടെ സംഗീതാദി കലകളുടെ ഉറവിടമായിട്ട് പറയുന്നതാണ് സാമവേദം. സാന്ത്വനിപ്പിക്കുന്നതാണ് സാമവേദം. നാലാമത്തെ വേദമാണ് അഥർവവേദം. ആദ്യകാലത്ത് ത്രിവേദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അഥർവവേദത്തെ വേദങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അതിന് പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് ആഭിചാരാദി കർമ്മങ്ങൾക്കാണ് അഥർവവേദത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ മറ്റ് വേദഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ശക്തമായ മന്ത്രങ്ങളാണത്. കൂടുതലും അത് ഉച്ഛിഷ്ട കാര്യലബ്ധിക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് അത് ആഭിചാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുകയായിരുന്നു. പക്ഷെ പിന്നീട് ശരിയായ പഠനത്തിന് ഗവേഷണത്തിന് വിധേയമാക്കിയപ്പോൾ അഥർവവേദത്തിന്റെ രണ്ടാം പകുതിയിൽ ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അഥർവവേദത്തിന്റെ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ ഋഗ്വേദം, യജുർവേദം,
സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. രണ്ടാമത്തത് വേദാംഗങ്ങളാണ്. ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷ ഇങ്ങനെ 6 വേദാംഗങ്ങളാണ് നമുക്കുള്ളത്. വേദാംഗങ്ങളെ വേദങ്ങളുടെ സഹായികളായിട്ടാണ് പറയുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അതിസങ്കീർണമായ സംസ്കൃത ഭാഷയെ ഒരു വ്യക്തിക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കാത്തത് കൊണ്ട് വേദം പഠിക്കുന്ന സമയത്ത് വരുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയാണ് വേദാംഗങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഏറ്റവും ആദ്യത്തെ വേദാംഗമാണ് ശിക്ഷ. നിയമം എന്നതാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന നിഷ്കർഷിച്ചിരിക്കുന്ന നിയമവിധികളെ പറ്റിയിട്ട് ശാസ്ത്രീയമായ അറിവ് നൽകാൻ നമ്മെ സഹായിക്കുന്നതാണ് ശിക്ഷ. രണ്ടാമത്തെ വേദാംഗമാണ് കൽപ്പം. കർമ്മകാണ്ഡവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും വേദഗ്രന്ഥങ്ങളിൽ ചില കർമ്മങ്ങൾ മോക്ഷപ്രാപ്തി എന്ന് പറയുന്ന ആത്യന്തികമായ പുരുഷാർത്ഥത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് നമ്മൾ നിഷ്കർഷിച്ചിരിക്കേണ്ട കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റി നമുക്ക് അറിവ് നൽകാൻ സഹായിക്കുന്ന വേദാന്തമാണ് കൽപ്പം. മൂന്നാമത്തത് വ്യാകരണം. വ്യാകരണം സംസ്കൃത ഭാഷയിലുള്ള ഗ്രാമറാണ്. ഏതൊരു വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോഴും കൃത്യമായിട്ട് എങ്ങനെ ഉച്ചരിക്കണം എന്നാണ് വ്യാകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്കൃത ഭാഷയിലെ വ്യാകരണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ശിവൻ ഠമരു കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തിൽ നിന്നുമാണ് വിശ്വപ്രസിദ്ധമായ ഇന്നും ഗവേഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മാഹേശ്വര സൂത്രത്തിന്റെ അല്ലെങ്കിൽ സംസ്കൃത വ്യാകരണത്തിന്റെ അടിസ്ഥാനം. ഐ ഉൺ എൽ ഋക് എ ഓം ഐ ഔച്ച് ഹൈവരത്തിലാണ് യമങ്ങണ നമ ഞ്ഞഭന്യ ഘടദശ ജപഘടദശ സഭ ചടത ചടതവ കപയെ ശസ്തര ഹല. ഇതാണ് മാഹേശ്വര സൂത്രം. ഈ മാഹേശ്വര സൂത്രത്തിൽ നിന്നുമാണ് സംസ്കൃത വ്യാകരണത്തിന്റെ ഉത്പത്തി. ഇത്തരത്തിൽ ഓരോ വാക്കും എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കണം എന്ന് നമുക്ക് അറിവ് നൽകുന്നതാണ് വ്യാകരണം. അടുത്തത് നിരുക്തം. നിരുക്തം എന്ന് പറയുന്നത് നിഘണ്ടുവാണ്. പലപ്പോഴും വേദങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ അത് സങ്കീർണമാകുമ്പോൾ അത് സാധാരണ വ്യക്തികളിലേക്ക് എത്താതിരിക്കുന്നത് കൊണ്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സമാന പദങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് വേദത്തിന്റെ കാഠിന്യതയെ ലഘൂകരിക്കുക എന്നതാണ് നിരുക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വേദാംഗമാണ് ഛന്ദസ്. മൂല്യം, അറിവ് എന്നതിനർത്ഥം. അതായത് പലപ്പോഴും വേദഗ്രന്ഥങ്ങളിൽ ഒരു വലിയ ശ്ലോകമൊക്കെ ഒരുപാട് പേജുകളിലായിട്ട് നിഷ്കർഷിക്കാറുണ്ട്. പക്ഷെ നമ്മളത് പഠിക്കുന്ന സമയത്ത് അതിൽ ചില ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് പഠിക്കാറുണ്ട്. നമ്മൾ എക്സാമിനൊക്കെ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്ന പോലെ. അപ്പൊ അത്തരത്തില് ഒരു വേദത്തിൽ പറയുന്നതിൽ ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾ എന്താണ്, ഒരു വ്യക്തി മറ്റെന്ത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കണമെന്ന് പറഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുന്ന ഭാഗങ്ങളെ സംഹരിക്കുന്നതാണ് ഛന്ദസ്. അടുത്തതായിട്ടുള്ള 6ാമത്തെ വേദാംഗമാണ് ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഗ്രഹണം, നക്ഷത്രങ്ങൾ, നക്ഷത്ര സമൂഹം അവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ശിക്ഷ വേദത്തിന്റെ കൈയായിട്ടും, കൽപ്പം മുഖമായിട്ടും, വ്യാകരണം കണ്ണായിട്ടും, ഛന്ദസ് കാലുകളായിട്ടും, ജ്യോതിഷം ചെവിയായിട്ടുമാണ് പറയുന്നത്. വേദങ്ങൾ പഠിക്കുന്നതിന് ഒരു വ്യക്തിയെ സഹായിക്കുന്നത് അല്ലെങ്കിൽ വേദ പഠനം പൂർത്തിയാക്കുന്നത് വേദാംഗങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഇത്തരത്തിൽ 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 10 ഉപനിഷത്തുകൾ. തീർച്ചയായും ഉപനിഷത്തുകളുടെ എണ്ണം 10 അല്ല, 1028ഓളം ഉപനിഷത്തുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ 10 എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യനാൽ ഭാഷ്യം എഴുതിയത് കൊണ്ടാണ് ഈ 10 ഉപനിഷത്തുകൾക്കും മറ്റു ഉപനിഷത്തുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്നത്. ഈശോവാസ്യ, കേനം, പ്രശ്നം, കഠം, മുണ്ഡകം, മാണ്ഡൂക്യം, തൈത്തരീയം, ഐത്തരീയം, ശാന്തോക്യം, ബൃഹദാരണ്യകം എന്നിങ്ങനെയാണ് 10 ഉപനിഷത്തുകൾ. ഉപനിഷത്ത് ഗുരുവിന്റെ സമീപത്ത് താഴെ ഇരുന്ന് ശ്രദ്ധാപൂർവം പഠിക്കുന്ന ബ്രഹ്മവിദ്യ, അതാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് ഒരു വ്യക്തി പഠിക്കേണ്ടത് ഗുരുവിന്റെ മുഖത്ത് നിന്നാണ് എന്നാണ് വേദം നിഷ്കർഷിച്ചിരിക്കുന്നത്. ഗതി, അവസാദനം, പ്രസാദനം എന്നിങ്ങനെ 3 ഫലങ്ങളാണ് ഉപനിഷത്ത് പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നത്. ഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്നു. അവസാദനം നശിപ്പിക്കുന്നു. എന്തിനെ നശിപ്പിക്കുന്നു? നമ്മുടെ ഉള്ളിലെ ഞാനെന്ന അഹംഭാവത്തെ, ഞാനെന്ന അഹങ്കാരത്തെ നശിപ്പിക്കുന്നു. പിന്നീട് പരിപോഷിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ജ്ഞാനത്തെ പരിപോഷിപ്പിക്കുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന സുപരിചിതമായ പല വാക്കുകളും ഉപനിഷത്തുകളുടെ സംഭാവനയാണ്. അസതോമ സത്കമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ വാക്യമാണ്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ വാക്കാണ് തത്വമസി. അത് നീയാകുന്നു. ഏത് നീയായി മാറുന്നു? ബ്രഹ്മം. അത് നീ തന്നെയാണ്. ഇത് തത്വമസി വാക്യം.
സത്യം വധ ധർമ്മം ചര. ഇപ്പോ ജനുവരി 12 ദേശീയ യുവജന ദിനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദേശീയ യുവജന ദിനമായി നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ ഹരമായി നിൽക്കുന്ന സ്വാമി വിവേകാനന്ദൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധത. ഉണരൂ, എഴുന്നേൽക്കൂ, നിന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കും വരെ വിശ്രമമില്ലാതെ നീ പരിശ്രമിക്കൂ. ഇത് ഒരു ഉപനിഷത് വാക്യമാണ്. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഭരണഘടന, ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനകരമായ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ആരംഭിക്കുന്നതും ഒരു ഉപനിഷത് വാക്യം കടം കൊണ്ടുകൊണ്ടാണ്. സത്യമേവ ജയതേ ജ്ഞാനൃതം. സത്യം തന്നെ വിജയിക്കട്ടെ, ധർമ്മം തന്നെ പരിപാലിക്കപ്പെടട്ടെ. ഇത്തരത്തിൽ വിശ്വപ്രപഞ്ചത്തില് എല്ലാവർക്കും പ്രചോദനപരമാകുന്ന ഇത്തരം വാക്യങ്ങളുടെ സ്രോതസ്സാണ് ഉപനിഷത്തുകൾ. 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 10 ഉപനിഷത്തുകൾ, 18 പുരാണങ്ങൾ. 18 പുരാണങ്ങൾ നമുക്കുണ്ട്. ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം, ശിവപുരാണം, ലിംഗപുരാണം, മാർക്കണ്ഡേയ പുരാണം, അഗ്നിപുരാണം, പത്മപുരാണം, ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം, ഗരുഡ പുരാണം, സ്കന്ദപുരാണം, മത്സ്യപുരാണം, പൂർവ്വപുരാണം, വരാഹപുരാണം തുടങ്ങി 18ഓളം പുരാണങ്ങൾ. മറ്റ് വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന സ്വീകാര്യവും സുതാര്യവുമാണ് പുരാണങ്ങൾ. പുരാണ കഥകൾ കേൾക്കുവാനും ഒക്കെ അത് കൂടുതൽ ഗദ്യരൂപത്തിലായതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വ്യക്തികളിലേക്ക് പെട്ടെന്ന് തന്നെ പ്രചരിപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ് പുരാണങ്ങൾ. ഈ 18 പുരാണങ്ങളുടെയും അന്തസത്തയും ഒരൊറ്റ ശ്ലോകത്തിൽ നമുക്ക് പറയാൻ കഴിയും. 18 പുരാണത്തിൽ വ്യാസൻ ചൊന്നു രണ്ടുതാൻ, പരോപകാരമേ പുണ്യം പാപമോ പരപീഡനം. ഈ 18 പുരാണങ്ങളിലൂടെയും ചെറുകഥകളായും ബൃഹത്തായ സന്ദേശങ്ങളായും ഒരേ ഒരു സത്യത്തെ മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. പരോപകാരമേ പുണ്യം. നിസ്വാർത്ഥമായി മറ്റുള്ളവന് സേവനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. വലിയ പാപം എന്ന് പറയുന്നത് പരപീഡനമാണ്. അന്യനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പീഡനം. ഇതിനുശേഷം വരുന്നതാണ് 2 ഇതിഹാസങ്ങൾ. ഭാരതത്തിന്റെ സംസ്കൃതിയിൽ, സനാതന ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനത്തിന് വിധേയമായിട്ടുള്ളതാണ് ഇതിഹാസങ്ങൾ. ഇതിഹാസത്തെ ഇതിഹാസം. ഇപ്രകാരം സംഭവിച്ചു എന്നതാണ് ഇതിഹാസത്തിന്റെ അർത്ഥം. ധർമ്മ അർത്ഥ കാമ മോക്ഷാദി സമന്വയം പുരാണ കഥ ഇതിഹാസം. പുരുഷാർത്ഥങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയെ സമന്വയിപ്പിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന പുരാതനമായ കഥകളുടെ ഒരു സമന്വയമാണ് ഇതിഹാസങ്ങൾ. സനാതന സംസ്കൃതി ലോകത്തിന് സംഭാവന ചെയ്ത 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. രാമായണം, രാമസ്യ അയനം, ഇങ്ങനെ 2 അർത്ഥങ്ങൾ രാമായണത്തിന് പറയാറുണ്ട്. രാമായണം എന്നാൽ അന്ധകാരത്തെ എന്താണോ ഇല്ലാതെയാക്കുന്നത് അതാണ് രാമായണം. രണ്ടാമത് പറയുന്നത് രാമസ്യ അയനം, രാമന്റെ യാത്രയാണ് രാമായണം. രാമായണത്തിൽ നിസ്വാർത്ഥമായ സഹോദര സ്നേഹത്തെ ഭരത ശത്രുഘ്നന്മാരിലും രാമലക്ഷ്മണന്മാരിലും നമുക്ക് കാണാം. പാതിവൃത്യത്തിന്റെ പര്യായവുമായ ഭാരതീയ സ്ത്രീ സങ്കല്പത്തെ നമുക്ക് സീതാദേവിയിൽ ദർശിക്കാം. ഇതാണ് രാമായണം. ഒരിക്കൽ വരരുചിയോട് ഒരു മഹർഷി ചോദിക്കുകയുണ്ടായി, രാമായണം അത്രമേൽ മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു മഹത്തായ കാവ്യമാണ്, ഇതിൽ അങ്ങയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വാക്യം പറയാമോ, അല്ലെങ്കിൽ ഒരു ശ്ലോകം പറയാമോ എന്ന്. വരരുചി മറുപടി പറഞ്ഞു, അത്രമേൽ പ്രാധാന്യപ്പെട്ട രാമായണത്തിൽ ഒരു വാക്കോ ഒരു വരിയോ ഇതിൽ ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് എങ്ങനെയാണ് ഞാൻ പറയുക? അല്പസമയത്തെ ചിന്തയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, രാമായണത്തിൽ എന്നെ അത്രമേൽ സ്വാധീനിച്ച ഒരേ ഒരു വാക്യമേ ഉള്ളൂ, രാമം ദശരഥം വിധി മാം വിധി സീത എന്നത്. ഈ ഒരു വാക്യത്തിന് ഒരു വലിയ കഥ പറയുവാനുണ്ട്, ഒരു വലിയ ചരിത്രം പറയുവാനുണ്ട്, ഒരു വലിയ സന്ദേശം പറയുവാനുണ്ട്. രാമായണത്തിൽ രാമന്റെ ജീവിത ശൈലികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ഗുരുകുല വിദ്യാഭ്യാസം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ ഭവനത്തിൽ അദ്ദേഹത്തിന് ദാസനായി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു കൊട്ടാരത്തിലെ രാജകുമാരന്റേതായ യാതൊരു പദവികളും ഇല്ലാതെ തീർത്തും ജനകീയനായി വേണം പ്രവർത്തിക്കാൻ. അതിനുശേഷം അദ്ദേഹം വിവാഹം കഴിക്കുന്നു. പക്ഷെ വിവാഹ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, വനവാസത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ സംഭവ ബഹുലമായ ഒരു ജീവിതചര്യയിലൂടെയാണ് രാമായണത്തിൽ രാമന്റെ യാത്ര കടന്നു പോകുന്നത്. ദശരഥന്റെ ഭാര്യമാരിൽ കൗസല്യയുടെയും കൈകേയിയുടെയും ചരിത്രവും അവരുടെ പല സ്വഭാവങ്ങളും സ്വഭാവ വൈകൃതങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോഴും
മറന്നുപോകുന്ന ഒരു കഥാപാത്രമുണ്ട്, സുമിത്ര. ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരി സ്നേഹത്തിൽ ഭരത ശത്രുഘ്നന്മാരും രാമലക്ഷ്മണന്മാരും ഒരമ്മയുടെ മക്കളായിരുന്നില്ല. തന്റെ 2 മക്കളെ 2 സഹോദരങ്ങൾക്കുമായി വിട്ടു നൽകിക്കൊണ്ട് നിസ്വാർത്ഥമായ ഒരു സ്നേഹമാണ് സുമിത്രയുള്ളത്. 14 വർഷത്തെ വനവാസത്തിന് വേണ്ടി രാമനോടൊപ്പം പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മണൻ വളരെ വിഷമത്തോടു കൂടി അമ്മയോട് അനുവാദം ചോദിക്കാൻ വേണ്ടി വരും. ആ സമയത്ത് സാധാരണ ഏത് മാതാപിതാക്കളാണെങ്കിലും പറയും, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, അദ്ദേഹം പോയിക്കൊള്ളട്ടെ, നിനക്ക് ഇവിടെ നിൽക്കാമല്ലോ. പക്ഷേ സുമിത്ര എന്താണ് പറഞ്ഞത്? രാമം ദശരഥം വിധി മാം വിധി സീത. നീ ആരെയാണോ അനുഗമിക്കുന്നത്, ദശരഥന്റെ സ്ഥാനത്ത് നീ രാമനെ കണ്ടുകൊള്ളുക, സുമിത്രയുടെ സ്ഥാനത്ത് നീ സീതയെ കണ്ടുകൊള്ളുക. അത്തരത്തിൽ രാമന്റെയും സീതയുടെയും സമേതനായി നീ പോകുമ്പോൾ നിന്റെ അച്ഛനെയും അമ്മയും നീ എപ്രകാരമാണോ പരിപാലിക്കുന്നത്, അതുപോലെ ഒരു പുത്രന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് നീ കടന്നു വരുന്നത്. ഇത്തരത്തിൽ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ കഥയാണ് രാമായണത്തിന് പറയാനുള്ളത്. രാമായണത്തെ പറ്റി അടിസ്ഥാനപരമായ അറിവില്ലാത്ത വ്യക്തികൾ പോലും പറയുന്ന ഒരു കാര്യമുണ്ടായി, എന്തായാലും രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയായില്ല എന്നത്, അല്ലെങ്കിൽ പാതിവൃത്യയാണ് എന്ന് അഗ്നിപരീക്ഷയിലൂടെ ദേവി തെളിയിച്ചിട്ടും ദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു ചരിത്രം. ആത്യന്തികമായി പറയുകയാണെങ്കിൽ ദശരഥൻ തന്റെ അച്ഛന് പോലും ബഹുഭാര്യത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പത്നിയോടൊപ്പം അദ്ദേഹം സുഖമായി വസിക്കുകയായിരുന്നില്ല ചെയ്തത്. ഏകപത്നി വൃതക്കാരനായിരുന്നു രാമൻ. പിന്നീട് രാമായണം നടക്കുന്ന ത്രേതായുഗത്തിലാണ്. ത്രേതായുഗത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ പാതിവൃത്യത്തിന് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ മറിച്ച് മഹാഭാരതത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ പാഞ്ചാലി എന്ന 5 പുരുഷന്മാരുടെ ഒരൊറ്റ ഭാര്യയെ നിൽക്കുന്ന പാഞ്ചാലിയുടെ പാതിവൃത്യ ശുദ്ധി കൊണ്ടാണ് തന്റെ വസ്ത്രം അഴിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് ദേവിക്ക് ദാനമായി വസ്ത്രത്തെ നൽകുന്നത്. അപ്പോ ത്രേതായുഗത്തിൽ നിന്നും ദ്വാപര യുഗത്തിലേക്ക് വരുമ്പോൾ പാതിവൃത്യത്തിന്റെ നിലപാടുകളുടെ ചരിത്രം, സങ്കല്പങ്ങൾ മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ വളരെയധികം ത്യാഗോചരമായ ഒരു ജീവിതക്രമമാണ് ഇവിടെ കാണിക്കുന്നത്. പലപ്പോഴും ഭരതനെ രാജാവാക്കണമെന്ന് പറയുന്ന സമയത്ത് എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് നേടിയെടുത്തൊരു പദവിയാണെന്നല്ല ഭരതൻ പറഞ്ഞത്. രാമന്റെ സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ എനിക്ക് യോഗ്യതയില്ല, അദ്ദേഹത്തിന്റെ പാദകത്തെ ഞാൻ പൂജിക്കുകയാണ്. ഇത്തരത്തിൽ നിസ്വാർത്ഥമായ സഹോദര സ്നേഹം കൊണ്ടാണ്, നിഷ്കളങ്കമായ ത്യാഗോചരമായ ജീവിതചര്യ കൊണ്ടാണ് രാമായണം എക്കാലത്തും ആദരിക്കപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായി, ഒരു മഹാകാവ്യമായി നിലനിൽക്കുന്നത്. രണ്ടാമത്തേത് മഹാഭാരതമാണ്. ഭാരതീയ ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനത്തിന് വിധേയമായതും മഹാഭാരത കഥകൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ അന്തസത്ത തന്നെയാണ്. മഹാഭാരതത്തിൽ 1,00,000-ഓളം ശ്ലോകങ്ങളിൽ 700 മുതലുള്ള ഭാഗങ്ങൾ ഭീഷ്മ പർവ്വത്തിൽ നിന്നും ഭഗവത്ഗീതയിലേക്ക് കടം കൊണ്ടിട്ടുണ്ട്. മഹാഭാരത കഥകളിലെ ഓരോ കഥകളും ജീവിത ചരിത്രത്തിൽ നമ്മൾ കടന്നു പോകുന്ന മനോഗീതകളെ എങ്ങനെ ശാസ്ത്രീയമായി അതിജീവിക്കണം എന്നതിനെ പറ്റി നമുക്ക് ഉപദേശം നൽകുന്നതാണ്. അവസാനമായി ആത്യന്തികമായി പറയുന്നത് ഭഗവത്ഗീതയാണ്. പലപ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടെ ഭഗവത്ഗീത പഠനം ഒരു നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ആലോചിക്കണം, മഹാഭാരതത്തിൽ ഭീഷ്മ പർവ്വത്തിൽ നിന്നും എടുത്ത ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാചൈവ കിമകുർവത സഞ്ജയ എന്ന് തുടങ്ങുന്ന 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയുടെ സമകാലിക പ്രസക്തി. യുദ്ധോത്സുകനായി വന്നു നിൽക്കുന്ന അർജുനൻ കാണുന്നത് ഭീഷ്മ പിതാമഹൻ തുടങ്ങുന്ന തന്റെ ബാന്ധവരെയാണ്. തന്റെ ബാന്ധവരെ ഇല്ലാതെയാക്കിയിട്ടാണ് താൻ യുദ്ധം ചെയ്യേണ്ടത് എന്നറിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനോവ്യഥകളെയാണ് ആദ്യമായി ഭഗവത്ഗീത വർണ്ണിക്കുന്നത്. സീതന്റെ മുഖ ഗാത്രാണി കുതം ചകതിശുദ്ധി, എന്റെ കൈകാലുകൾ ഇതാ വിറയ്ക്കുന്നു, എന്റെ കണ്ണുകൾക്ക് ദിശ് അറിയുന്നില്ല, അല്ലയോ കൃഷ്ണ ഞാനിതാ തളർന്നു വീഴുകയാണ്. 2024 നിന്നുകൊണ്ട് ഈ ഒരു അവസ്ഥയെ പറയുന്നത് ഡിപ്രഷൻ എന്നതാണ്. കാരണം ലിറ്ററലി
പറയുകയാണെങ്കിൽ അത്തരം ഒരു സ്റ്റേജിലൂടെയാണ് അർജുനൻ കടന്നു പോകുന്നത്. തന്റെ ബാന്ധവരെയാണ് ഇല്ലാതാക്കേണ്ടത്. ഇത്തരം വലിയൊരു മനോവ്യഥയെ ഞാൻ എങ്ങനെയാണ് അതിജീവിക്കുക എന്ന് ചോദിക്കുന്ന അദ്ദേഹത്തെ കർമ്മോത്സുകനാക്കുവാൻ വേണ്ടി ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീത. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ജീവിതക്രമത്തിന്റെ കാര്യമെടുക്കുമ്പോൾ ഓരോ വ്യക്തികളുടെ ജോലിയിലും പലതരത്തിലുള്ള നിബന്ധനകൾ നിഷ്കർഷിച്ചിരിക്കുന്നു. ശത്രു സംഹാരം അകൃത്വ അഖില ഭൂശ്രീയും അകത്വ രാജാഹമിന് ശബ്ദാത് നോ രാജാ ഭവിതും അർഹതി. ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് കള്ളങ്ങൾ പറയേണ്ടി വരും. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് വധങ്ങൾ ചെയ്യേണ്ടതായി വരും. ആത്യന്തികമായ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക, കള്ളങ്ങൾ പറയുക എന്നത് പാപമായി കരുതുന്ന ഒരു ജീവിതക്രമത്തിൽ നിന്നുകൊണ്ട് ഇത്തരം തൊഴിൽ മേഖലകളെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ധർമ്മം. ആ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം കള്ളത്തരങ്ങൾ പറയുന്നത്. അതുപോലെ ഒരു സൈനികന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് രാജ്യ സംരക്ഷണം എന്നത്. ഈ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ജീവനെ കാവലായി നിൽക്കുന്ന അവരുടെ ദൗത്യമാണ് ശത്രുക്കളെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അർജുനൻ എന്ന് പറയുന്നത് ക്ഷാത്രവീര്യത്തിന്റെ തേജസ്സാണ്. വേദങ്ങൾ പറയുന്നത് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നുമാണ് ക്ഷത്രിയൻ ഉണ്ടായത്. അതായത് സദാ യുദ്ധോത്സുകനായിരിക്കണം ക്ഷത്രിയൻ എന്നത്. അതുകൊണ്ട് തന്റെ ബാന്ധവരായാലും യുദ്ധം ചെയ്യുക എന്ന തന്റെ ധർമ്മത്തെ യാതൊരു വിളംബവും കൂടാതെ ചെയ്യുമ്പോഴാണ് നീ ഒരു യഥാർത്ഥ വ്യക്തിയായി, ഒരു യഥാർത്ഥ ക്ഷത്രിയനായി നീ മാറുന്നത് എന്ന ചരിത്രമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഇത്തരത്തിൽ 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 18 പുരാണങ്ങൾ, 2 ഇതിഹാസങ്ങൾ, ഭഗവത്ഗീത ഇത്രയും ഉൾപ്പെടുന്നതാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ ആത്യന്തികമായ ഗ്രന്ഥങ്ങൾ. ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ജനാധിപത്യ രീതിയിലുള്ള വിശ്വാസം എന്നത്. ഏത് മതത്തെ നമ്മൾ നോക്കുമ്പോഴും ആത്യന്തികമായി ഒരു ദേവനോ ഒരു ദേവിയോ ഒരു മതഗ്രന്ഥമോ ഉണ്ടായിരിക്കും. ഇസ്ലാമിക സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ബൈബിളിൽ അധിഷ്ഠിതമാണ് ക്രിസ്തീയ മതവിശ്വാസം. പക്ഷേ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഒരു ഗ്രന്ഥത്തെയോ ഒരു ദേവനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംസ്കാരമല്ല ഹിന്ദുവിന്റേത്. ഹിന്ദുധർമ്മത്തെ നമുക്ക് പല രീതിയിൽ വിഭജിക്കാൻ സാധിക്കും. മതപരമായ ഹിന്ദു, വേദാന്ത ഹിന്ദു, വൈദിക ഹിന്ദു, സാംസ്കാരിക ഹിന്ദു എന്നിങ്ങനെ 4 തരത്തിലാണ് ഹിന്ദുമതത്തെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേദാന്ത ഹിന്ദു. വേദാന്ത ഹിന്ദു എന്ന് പറയുന്നത് അദ്വൈത വേദാന്തം പോലെയുള്ള അതിമഹത്തായ സങ്കീർണമായ വേദാന്തത്തെ ഉപദേശിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താതെ മറ്റൊന്ന് ലൗകികതയിലേക്കും പോകാതെ ഒരു വ്യക്തിയിൽ മാത്രം, ഒരു ആശയത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സംസ്കാരം. 2 വൈദിക ഹിന്ദു. 4 ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെയുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങി 4 വേദങ്ങളിൽ മാത്രം അധിഷ്ഠിതമായ ഒരു പാരമ്പര്യം. 3 മതപരമായ ഹിന്ദു. ഹിന്ദുവിനെ ഒരു മതമായി മാത്രം കണ്ട് ആരാധിക്കുന്ന, ക്ഷേത്ര ദർശനം നടത്തുന്ന, നെറ്റിയിൽ ചന്ദനക്കുറി ധരിക്കുന്ന ഒരു ജീവിത ശൈലി. അവസാനത്തേതാണ് സാംസ്കാരികമായ ഹിന്ദു. ഹിന്ദുവിനെ സാംസ്കാരിക മൂല്യമായി കാണുന്ന, ശബരിമല വിഷയത്തിന് ശേഷം എല്ലാ നവോത്ഥാന സദസ്സുകളിലും സുനിൽ പി ലീഡൻ പറഞ്ഞ വാക്കുകളുണ്ട്. നിങ്ങൾ ഹിന്ദുമതത്തെ ഒരു മതമായാണോ ഒരു ജീവിത ശൈലിയായാണോ കാണുന്നത് എന്ന്. ആത്യന്തികമായി ഹിന്ദു എന്ന മൂല്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പൈതൃകം കൂടി നമുക്ക് അവകാശപ്പെടുവാനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഹിന്ദു മതം കർമ്മത്തിൽ അധിഷ്ഠിതമാണ് എന്നത്. കർമ്മത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതക്രമത്തിൽ പറഞ്ഞു പോകാറുണ്ട്. ഓരോരുത്തരും അവരുടെ രീതിയിൽ പലവിധത്തിലായ മനോവ്യഥകളിലൂടെ സഞ്ചരിക്കാറുണ്ട്. നമ്മളിപ്പോ സ്വയം പറയുന്നൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ഞാൻ തുടർച്ചയായി ക്ഷേത്ര ദർശനം നടത്താറുണ്ട്, നാമങ്ങൾ ജപിക്കാറുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് പല രീതിയിലുള്ള മനോവ്യഥകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം
കാര്യമുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും വ്യക്തികൾ അവർ ക്ഷേത്രദർശനം നടത്തുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല, പക്ഷെ അവർക്ക് സമാധാനവും സന്തോഷവുമാണല്ലോ ഉള്ളത് എന്ന്. അതിന്റെ ആത്യന്തികമായ ജ്ഞാനം എന്താ? ഹിന്ദു മതത്തിന്റെ ഏറ്റവും അന്തസത്ത കർമ്മത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം പവിത്രമാണെങ്കിൽ, നിസ്വാർത്ഥമാണെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. നിത്യം ക്ഷേത്രദർശനം നടത്തുന്ന, സഹസ്രനാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈർഷ്യയും അഹംഭാവവും സ്വാർത്ഥതയുമാണ് വിളയാടുന്നതെങ്കിൽ ഒരിക്കലും അദ്ദേഹം മോക്ഷഫലത്തിലേക്ക് എത്തുകയില്ല. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മം പവിത്രമാണെങ്കിൽ, ന്യായമാണെങ്കിൽ, ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് നിങ്ങളുടെ ജീവിതചര്യയെങ്കിൽ അതിന്റെ ഫലമായി മോക്ഷം സ്വാഭാവികമായി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതാണ് സനാതന സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ ആത്യന്തികമായ ജ്ഞാനമായി പറയുന്നത്, ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ട്. അതിൽ ആദ്യത്തെ ഭാര്യയോട് അദ്ദേഹത്തിന് വളരെ വലിയ ഒരു സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറുമാണ്. രണ്ടാമത്തെ ഭാര്യയോട് അദ്ദേഹത്തിന് പ്രണയമുണ്ട്. എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള മനോവിഷമങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഓടിച്ചെല്ലുന്ന ഒരു കംഫർട്ട് സോണാണ് ആ ഭാര്യ. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ പരിപാലിക്കുന്നു. മൂന്നാമത്തെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിഷമ സങ്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഓടിച്ചെല്ലുകയും ഉപദേശം വാങ്ങുകയും ചെയ്യുന്നു. അല്ലാതെ ഒരു ഭർത്താവിന്റെ യാതൊരു കടമയും നിർവഹിക്കുന്നില്ല. നാലാമത്തെ ഭാര്യയുടെ അടുത്ത് അദ്ദേഹം പോകാറേയില്ല. ഒരു ഭാര്യ എന്ന ഒരു പദവി മാത്രം കൊടുത്ത് മറ്റുള്ള ഭാര്യമാരുടെ ജോലികൾ ചെയ്യുവാൻ വേണ്ടി ഒരു ദാസിയായി വാഴിക്കുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വലിയ മാരകമായ രോഗം വരികയുണ്ടായി. വളരെ പ്രസിദ്ധരായ പല വൈദ്യന്മാരും വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ഇനി അധികം ദിവസങ്ങളില്ല, മരണശൈലിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഒരു രാജാവായ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മരണത്തിനുള്ള ഭയം ഉണ്ടാകാൻ തുടങ്ങി. അദ്ദേഹം തന്റെ 4 ഭാര്യമാരിൽ ആദ്യത്തവളെ കണ്ടിട്ട് പറഞ്ഞു, അല്ലയോ ദേവിക്ക് ഞാൻ ഉത്തമനായ ഒരു ഭർത്താവായിരുന്നു. ദേവിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഈ മരണത്തിൽ എനിക്ക് കൂട്ടായി ദേവി എന്നോടൊപ്പം ഉണ്ടാകുന്നു എന്ന്. അപ്പൊ അവര് പറഞ്ഞു, അല്ലയോ ദേവ, അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ്, എനിക്ക് അങ്ങേ വളരെയധികം ഇഷ്ടമാണ്, പക്ഷേ അങ്ങയോടൊപ്പം മരണത്തിന് ഞാൻ കൂട്ടായി വരികയില്ലായിരുന്നു. അത് അദ്ദേഹത്തെ വളരെയധികം അസ്വസ്ഥനാക്കി. അദ്ദേഹം രണ്ടാമത്തെ ഭാര്യയടുത്തേക്ക് എന്ന് പറഞ്ഞു, അല്ലയോ ദേവി, അവിടുന്ന് എനിക്ക് കൂട്ടായി വരുമോ? അപ്പൊ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാനൊരു യൗവനത്തിലിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങയുടെ മരണശേഷം മറ്റൊരു വ്യക്തിയുടെ ഭാര്യയായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ഭാര്യയടുത്തേക്ക് അദ്ദേഹം ചെന്നപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് മരിക്കുന്നതിൽ ഞാൻ വളരെയധികം വിഷമമുണ്ട്. അങ്ങേ മരണത്തിന്, അങ്ങയുടെ ശവക്കല്ലറ വരെ അങ്ങേക്ക് കൂട്ടായി ഞാൻ ഉണ്ടാകും, പക്ഷെ അതിനുശേഷം അങ്ങേക്ക് ഒപ്പം മരിക്കാൻ ഞാൻ ഒരിക്കലും ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ താൻ ഭാര്യയായി കാണുന്ന തന്റെ ഭർത്താവിന്റെ കടമകളെല്ലാം നിർവഹിച്ച 3 ഭാര്യമാരിൽ നിന്നും ഇത്തരം ഒരു മറുപടി കേട്ടപ്പോൾ തന്റെ കടമ ഒന്നും നിർവഹിക്കാത്ത 4ാമത്തെ ഭാര്യയടുത്തേക്ക് അദ്ദേഹം പോയില്ല. പക്ഷെ അവർ പറഞ്ഞു, അല്ലയോ ദേവ, അങ്ങയുടെ ഭാര്യയായിരിക്കുന്ന ഞാൻ അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും അങ്ങേ പിന്തുടരുക തന്നെ ചെയ്യും. ഞാൻ അങ്ങേക്ക് കൂട്ടായി മരണത്തിൽ വരാമെന്ന് പറഞ്ഞു. ഈ 4 ഭാര്യമാർ കാണിക്കുന്നത് നമ്മുടെ കർമ്മത്തെയാണ്. ഇതിലെ ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ ശരീരമാണ്. ഈ ഭൗതികമായ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി, അതിന് ആനന്ദം ഉളവാക്കുവാൻ വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നു, വസ്ത്രങ്ങൾ വാങ്ങിയിടുന്നു, ശരീരത്തിനെ പരിപോഷിക്കാൻ വേണ്ടി വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഈ ശരീരം മരണത്തോടെ നമ്മെ വിട്ടു പോകുന്നതാണ്. രണ്ടാമത്തെ ഭാര്യയായി പറയുന്നത് നമ്മുടെ അധികാരത്തെയും ധനത്തെയുമാണ്. അധികാരവും ധനവും പിടിച്ചെടുക്കുവാൻ വേണ്ടി, അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ സജ്ജരാണ്. പക്ഷേ നമ്മുടെ മരണത്തിന് ശേഷം ഈ അധികാരവും ധനവും മറ്റൊരാളുടേതായി തീരുന്നു. മൂന്നാമത്തെ ഭാര്യയായി പറയുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ബന്ധങ്ങൾ. അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു വലിയ ബന്ധങ്ങളുടെ ഒരു ചങ്ങല നമുക്കുണ്ട്. അവരെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി, അവരെ സഹായിക്കുവാൻ വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. പക്ഷെ അത് കല്ലറ വരെ മാത്രമേ നമ്മളെ അനുനയിക്കുകയുള്ളൂ. അതിനുശേഷം കുറെ നേരം കഴിഞ്ഞ് 1-2 വർഷത്തിന് ശേഷം നമ്മൾ വെറും ഓർമ്മകളായി അവശേഷിക്കും. ഏറ്റവും അവസാനത്തെ ഭാര്യയായി പറയുന്നതാണ് നമ്മുടെ സത്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അത് സത്കർമ്മമായാലും ദുഷ്കർമ്മമായാലും അതിന്റെ ഫലം മരണാനന്തരവും നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും. പക്ഷേ സത്കർമ്മത്തിലേക്ക് നയിക്കാതെ ബന്ധങ്ങളുടെ പേരിൽ അധികാരത്തെ നേടിയെടുക്കുവാൻ വേണ്ടി, നമ്മുടെ ഭൗതികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി സത്കർമ്മങ്ങളെ നമ്മൾ മറന്നാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം മരണത്തിന് ശേഷവും നമ്മെ പിന്തുടരും എന്നാണ്
സനാതന സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഹിന്ദുമതത്തെ പലപ്പോഴും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുന്ന ഒരു വിഭാഗം പറയുന്നുണ്ട്, വിഗ്രഹാരാധനയാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ അനാചാരമെന്ന്. വിശേഷാൽ ഗ്രഹിക്കപ്പെട്ട് ആരാധിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹാരാധന. ഏതൊരു ചെറിയ പരിപാടി നമ്മൾ ആവിഷ്കരിക്കുമ്പോഴും നമ്മളൊരു ലോഗോ പ്രകാശനം ചെയ്യും. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ ഒരു ചിഹ്നം ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ വിഗ്രഹ ആരാധന എന്നാൽ ഒരു രൂപത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. വിഗ്രഹം എന്ന് പറയുന്ന ഒരു ആത്യന്തികമായ ജ്ഞാനത്തിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ടതല്ല സനാതന സംസ്കാരം. അതിന്റെ ജീവിതക്രമം നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതമാണ്. ആദ്യം അരുവിപ്പുറത്ത് അദ്ദേഹം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം വേദാന്തത്തിന്റെ വൈദികമായ ജ്ഞാനത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കണ്ണാടിയാണ് പ്രതിഷ്ഠിക്കുന്നത്. അത് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. സഗുണദേവനെ ആരാധിച്ച് നിർഗുണത്തിലേക്ക് പോകുന്നു. ഒരു പ്രത്യേകമായ ഒരു രൂപത്തിൽ, ഒരു പ്രത്യേകമായ ക്ഷേത്രത്തിൽ, ഒരു പ്രത്യേകമായ ദേവനിൽ നിന്നും നിങ്ങൾ ആരാധന തുടങ്ങി ആത്യന്തികമായ ജ്ഞാനം നേടിയെടുക്കുമ്പോൾ നിങ്ങൾ രൂപമില്ലാത്ത ഈശ്വരനിലേക്ക് മടങ്ങിപ്പോകുന്നു. 41 ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തരോട് ഭഗവാൻ പറയുകയാണ്, അല്ലയോ ഭക്ത, നീ ഏത് സത്യത്തെ തേടിയാണ് ഇവിടെ വന്നത്? അത് നീ തന്നെയല്ലേ? തത് ത്വമസി. ആ ബ്രഹ്മം എന്റെ ഉള്ളിലെ ബ്രഹ്മവും നിന്റെ ഉള്ളിലെ ബ്രഹ്മവും ആത്യന്തികമായി ഒന്ന് തന്നെയല്ലേ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുലയിലുണ്ട് അതിൻ പരസ്പരണം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും അയ്യൻ പുലയിലും അണുക്രമീയിലുമുള്ളത് ഒരേ ബ്രഹ്മത്തിന്റെ തന്നെ ചൈതന്യമാണ് എന്ന ജ്ഞാനമാണ് സനാതന സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദേവനിലോ ഒരു ദേവിയിലോ ഒരു ക്ഷേത്രത്തിലോ ഒരു ആരാധനാ രീതിയിലോ മാത്രം അധിഷ്ഠിതമല്ല ഹിന്ദുധർമ്മം. നിങ്ങൾ നെറ്റിയിൽ ചന്ദനക്കുറി ധരിച്ചില്ല എങ്കിലും ക്ഷേത്രദർശനം നടത്തിയില്ല എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ കർമ്മം പവിത്രമായാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഫലം മോക്ഷപ്രാപ്തിയുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും അത്യന്തികമായി പറയുകയാണെങ്കിൽ പാണിനിയെയും കാമസൂത്രം എഴുതിയ വാത്സ്യായനെയും നിരീശ്വരവാദ സങ്കല്പം ലോകത്തിന് സംഭാവന ചെയ്ത ചരകനെയും മഹർഷി എന്ന് അഭിസംബോധന ചെയ്യുന്ന ഭാരതീയ സംസ്കാരം. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി നിരീശ്വരവാദിയായിരിക്കണമെന്നാണ് പറയുക. ഈശ്വരനെ നിന്ദിക്കുകയല്ല. നമ്മുടെ ചിരബുദ്ധിക്ക് നമ്മുടെ യുക്തിചിന്തയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനാണ് ഓരോ ഹിന്ദുധർമ്മവും നമ്മെ പഠിപ്പിക്കുന്നത്. യഥോധർമ്മ തഥോജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത് ഒരു അനീതിയാണെങ്കിൽ, നിങ്ങളോട് ഒരു വ്യക്തി പറഞ്ഞ കാര്യം അത് അസത്യമാണ്, അധർമ്മമാണ്, നിങ്ങളുടെ യുക്തിചിന്തയ്ക്ക് നിരക്കുന്നതല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനാണ് സനാതന സംസ്കാരം ഹിന്ദുധർമ്മത്തിലൂടെ നമ്മളോട് ഉപദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ 5 കർമ്മങ്ങളുടെ കടന്നു പോകണം. പഞ്ചഭൂത യജ്ഞങ്ങളിലൂടെ കടന്നു പോകണം. ആദ്യത്തെ യജ്ഞം ബ്രഹ്മയജ്ഞമാണ്. ബ്രഹ്മയജ്ഞം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചുകൊണ്ട് ഒരു സനാതന സംസ്കൃതിയുടെ അടിസ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കുക. 2 മനുഷ്യയജ്ഞം. ഒരു വ്യക്തിയായി ഭൂമിയിൽ ജനിക്കുമ്പോൾ മകനായും മകളായും ഭാര്യയായും ഭർത്താവായും സുഹൃത്തായും തൊഴിൽപരമായും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടായിരിക്കും. അത് നിസ്വാർത്ഥമായി നിഷ്കാമമായി നമ്മൾ ചെയ്തു തീർക്കണം. ബ്രഹ്മയജ്ഞം, മനുഷ്യയജ്ഞം, ദേവയജ്ഞം. ദേവയജ്ഞം ഈശ്വരനെ ആരാധിക്കുക, ക്ഷേത്രദർശനം നടത്തുക, ഒരു അൾട്ടിമേറ്റ് ഫോഴ്സ് ഉണ്ട് എന്ന ജ്ഞാനത്തിൽ ഉറച്ചു വിശ്വസിക്കുക. 4ാമത്തത് ഭൂതയജ്ഞമാണ്. നമ്മുടെ ഉള്ളിലെ ഓരോ ജീവജാലങ്ങളെയും ഞാനായി കണ്ട് ആരാധിക്കുക. ഭൂതയജ്ഞത്തെ പറ്റി പറയുമ്പോൾ ഇസ്ലാമിക സഹോദരങ്ങൾ പറയുന്നുണ്ട്, നീ ആഹാരം കഴിക്കുമ്പോൾ നിന്റെ 10 അയൽ വീടുകളിൽ നീ അന്വേഷിക്കണം അവർ ആഹാരം കഴിച്ചു എന്ന്. ക്രിസ്തുമതം പറയുന്നു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. എന്നാൽ എന്താണ് ഹിന്ദു സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്? നീയും നിന്റെ അയൽക്കാരനും 2 വ്യക്തികളല്ല. നീയും നിന്റെ ലോകത്തെ ജനങ്ങളും 2 കുടുംബത്തിലെ അംഗങ്ങളല്ല. വസുധൈവ കുടുംബകം എന്ന ആർഷഭാരത സംസ്കാരമാണ് സനാതന സംസ്കാരം പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ വസിക്കാനുള്ള ആത്യന്തികമായ അവകാശമുണ്ട് എന്ന ജ്ഞാനത്തിൽ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാതിരിക്കുമ്പോഴാണ് നീ ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയായി മാറുന്നത്. യജ്ഞജ്ഞാനമാണ് നമുക്ക് സനാതന സംസ്കാരം പഠിപ്പിച്ചു നൽകുന്നത്. ഹിന്ദുവിന്റെ ജീവിതക്രമത്തിൽ
രാഷ്ട്രീയം. പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, നീ പഠിച്ച് മാർക്ക് വാങ്ങി ജോലി നേടി ഒരു വീടൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ കാര്യത്തിൽ നീ സമ്പന്നനായി എന്ന് പഠിപ്പിക്കുന്ന വിദ്യ. ആധുനിക കാലഘട്ടത്തിൽ 2024 നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉന്നതിയിലെത്തുന്ന പല വ്യക്തികളും അക്രമാസക്തരായി മാറുകയും ജയിലറയ്ക്കുള്ളിലാവുകയും അധർമ്മങ്ങൾ ചെയ്യുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പ്രണയം നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ, ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു വിവാഹം മുടങ്ങി എന്നതിന്റെ പേരിൽ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്നതിന്റെ പേരിൽ, അച്ഛനും അമ്മയും തന്നെ ശകാരിച്ചു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരു യുവജനത ഇന്ന് ഭാരതത്തിലുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സമ്പന്നരായി നിൽക്കുന്ന ഈ വ്യക്തികൾ ഇത്തരത്തിലുള്ള അധർമ്മങ്ങളിലേക്ക്, അന്യായങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ടായിരുന്നു. ഗുരുകുല സംവിധാനത്തിൽ പോലെ ആശ്രയിച്ച് പഠിക്കുന്ന ഒരു ജീവിതക്രമം ഇന്നില്ല. കാക്കദൃഷ്ടിർ ഭഗസ്നാനം ശാരനിദ്ര അല്പഭോജനം ഏതൊരു വിദ്യാർത്ഥി ലക്ഷണം കാലാതീതമായി നിലനിൽക്കുന്ന ഒരു വാക്യമല്ല ഇത്. കാലഹരണപ്പെട്ടതാണ്. കാരണം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്പമായ ആഹാരം കഴിച്ചുകൊണ്ട്, അല്പസമയം മാത്രം ഉറങ്ങി വിശ്രമമില്ലാതെ പഠിക്കുന്ന ഒരു യുവജനതയെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുകയില്ല. എല്ലാവരും വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി, വിദ്യാഭ്യാസം ഉറപ്പ് നൽകുവാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ മാതാപിതാക്കളും ഗുരുക്കന്മാരുമുള്ള 2024 എന്തുകൊണ്ട് വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള അധർമ്മങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഇനിയും മാറുവാനുണ്ട്, നമ്മൾ ഇനിയും പഠിക്കുവാനുണ്ട് എന്നത്. വിദ്യാഭ്യാസം ചെയ്ത വീട്ടിലേക്ക് വരുമ്പോൾ സംഖ്യാനാമജപം ജപിക്കാൻ ഉപദേശിക്കാതെ നീ മറ്റുള്ള കുട്ടിയെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, അയൽപക്കത്തെ കുട്ടിയെക്കാളും കൂടുതൽ മാർക്ക് നീ മേടിക്കണം എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തെ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതല്ലാതെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടുന്ന, അവർക്ക് ഇഷ്ടമുള്ള രീതികളിലേക്ക് പോകുവാൻ അവരെ അനുവദിക്കാത്ത ഒരു ജീവിതക്രമം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ച് പഠിച്ച സമയത്ത് എല്ലാവരും അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ കാര്യമാണ്, സയൻസ് ആയിരിക്കും അല്ലേ എടുക്കുന്നത്. അപ്പൊ എനിക്ക് സയൻസ് വിഷയങ്ങൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കുന്നത്. ആ സമയത്ത് ഒരുപാട് പേര് എന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചു, എന്നോടും ചോദിച്ചു, ഹ്യൂമാനിറ്റീസ് ഒന്നും എടുക്കാൻ സമ്മതിക്കരുത് എന്ന്. പക്ഷെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസിൽ ഞാൻ ഫുൾ A+ വാങ്ങിച്ച സമയത്ത് ചോദിച്ചു, ഓക്കെ IAS പോവായിരിക്കും അല്ലെങ്കിൽ LLBക്ക് പോവായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, ഞാൻ മെയിൻ സംസ്കൃതമാണ് എടുക്കുന്നത്. അപ്പൊ പറഞ്ഞു, സംസ്കൃതമൊക്കെ കാലഹരണപ്പെട്ട വിഷയമാണ്, അതൊന്നും എടുത്ത് പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ വിഷയം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അത് എടുക്കുക എന്ന് പറഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ ആരും എന്നെ എതിർത്തില്ല. ഇന്നിപ്പോ അത് ഡിഗ്രിയും കഴിഞ്ഞ് ഞാൻ PG എത്തി നിൽക്കുന്നു. അപ്പോ ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്ക് നയിക്കുമ്പോൾ അവർക്ക് അതിൽ വിജയിക്കുവാൻ സാധിക്കും. അല്ലാതെ നാട്ടുകാർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസം ഒരു വലിയ ഭാരമായി തോന്നുകയും ആ വിദ്യാഭ്യാസം കൊണ്ട് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അവർ എത്താതിരിക്കുകയും ചെയ്യും. സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, മസ്തിഷ്കത്തിൽ കേവലം അറിവുകൾ കുത്തിച്ചേർത്തലല്ല വിദ്യാഭ്യാസം, സ്വഭാവത്തെ രൂപീകരിക്കുന്ന, ജീവിതത്തെ പടുത്തുകെട്ടുന്ന ആശയങ്ങളെയാണ് നിങ്ങൾ സ്വായത്തമാക്കേണ്ടത്. കേവലം 5 ആശയങ്ങൾ നിങ്ങൾ പഠിച്ചുള്ളൂവെങ്കിലും അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാൻ സാധിച്ചാൽ ഒരു ഗ്രന്ഥശാല മുഴുവൻ സ്വായത്തമാക്കിയതിനേക്കാൾ ഏറെ വിദ്യാസമ്പന്നരാണ് നിങ്ങൾ. വിദ്യാഭ്യാസം ചെയ്ത മടങ്ങി വരുന്ന വ്യക്തികൾക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുന്ന, ഒരു മകന്റെ ഒരു മകളുടെ കടമ ചെയ്യാൻ സാധിക്കുന്ന, ഗുരുക്കന്മാരുടെ ബഹുമാനം ഉണ്ടാക്കുന്ന ഒരു വലിയ പാരമ്പര്യത്തെ കൂടിയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഒരിടം, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ്. ഹിന്ദുമതത്തിന്റെ ഋഗ്വേദാദികളിൽ പഠനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഇല്ലാതാക്കാനുള്ള, വിദ്യാവിജയം ഉണ്ടാക്കുവാനുള്ള ധാരാളം മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഗായത്രി മന്ത്രം പോലുള്ള ഏറ്റവും ശക്തമായ മന്ത്രങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിരുന്ന് ജപിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും വ്യക്തി ജീവിതത്തിൽ ശോഭിക്കുമെന്നാണ് പറയുക. ഇത്തരത്തിൽ മനുഷ്യന്റെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ബ്രഹ്മചര്യം. രണ്ടാമത്തെ ഘട്ടമാണ് ഗൃഹസ്ഥ്യം. ഗൃഹസ്ഥ്യം എന്ന് പറയുന്നത് ഒരു ഭാര്യയായോ ഭർത്താവായോ ഗൃഹാശ്രമത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഭൗതികവും ലൗകികവുമായ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരു ഭർത്താവായി, ഒരു ഭാര്യയായി, ഒരു അമ്മയായി മാറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗൃഹസ്ഥ്യം.
ഭൗതികമായി നമ്മൾ ബന്ധനങ്ങളിൽ നിന്നും വേർപെടുന്ന ഒരവസ്ഥ, ഒരുപാട് ലൗകികമായ കാര്യങ്ങളോട് താല്പര്യമില്ലാതിരിക്കുകയും ദൈവനാമങ്ങൾ മുഖരിതമാകുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആത്യന്തികമായി പറയുന്നത് സന്യാസത്തിലാണ്. നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും മോചനം നേടി ഈശ്വരനിലേക്ക് അടുക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പാണ് സന്യാസം. ഇത്തരത്തിൽ പഞ്ചഭൂത യജ്ഞങ്ങളിലൂടെ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിത ശൈലിയാണ് സനാതന സംസ്കാരം ആർഷഭാരതത്തിലൂടെ നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ സൃഷ്ടികർമ്മത്തെ നിർവഹിക്കുന്ന, ധർമ്മത്തെ പരിരക്ഷിക്കുന്ന, വിദ്യയും അവിദ്യയും സത്യവും അസത്യവും ത്രിഗുണാത്മയും സത്കാര്യവാദിയും ലോകത്തിന് ഋതുഭേദത്തെ കാലത്തിന് സംവത്സരങ്ങളെ സംഭാവന ചെയ്യുന്ന ദേവനാണ് മഹാവിഷ്ണു. മഹാവിഷ്ണു പലപ്പോഴും 10 അവതാരങ്ങൾ മഹാവിഷ്ണുവിന്റെ നമ്മൾ പറയാറുണ്ട്. ആത്യന്തികമായി പറയുകയാണെങ്കിൽ കേവലം 10 അവതാരങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മഹാവിഷ്ണു. വിഷ്ണു പുരാണത്തിൽ 29ഓളം അവതാരങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് പറയും. മഹിഷി നിർഗ്രഹത്തിനായി മോഹിനി വേഷധാരയെ എത്തിയത് മുതൽ എവിടെ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നു അവിടെ ധർമ്മത്തെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടി അദ്ദേഹം അവതരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെ പ്രസിദ്ധമായ മതമാണ് ബുദ്ധമതം. ശ്രീബുദ്ധൻ മഹാവിഷ്ണുവിന്റെ അംശാവതാരമായി പറയുകയും ബുദ്ധിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ 10 അവതാരങ്ങളെ പൂജിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രീയത കൂടി നിലനിൽക്കുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ ആയുധങ്ങൾക്ക് പിന്നിൽ ഹിന്ദുമതത്തിന്റേതായ ഒരു സംസ്കാരമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന 4 ആയുധങ്ങളാണ് ശംഖ്, ചക്ര, ഗദ, പത്മം. അദ്ദേഹത്തിന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന കണ്ഠാഭരണമാണ് കൗസ്തുഭം. പാലാഴി മഥന സമയത്ത് ലഭിച്ച ഒരു അമൂല്യമായ രത്നമാണത്. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ശ്രീവത്സം എന്ന ചിഹ്നത്തെ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീവത്സം എന്ന ചിഹ്നം പ്രകൃതിയുടെ ആത്യന്തികമായ സന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഓരോ വ്യക്തിയും പരസ്പര പൂരകങ്ങളാണ് എന്ന സത്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗണപതിയുടെ വാഹനമായി പറയുന്നത് എലിയാണ്. ഗണപതിയെ നമ്മൾ കാണിക്കുന്നത് ആനയുടെ പ്രതീകമായിട്ടാണ്. അപ്പൊ ഒരു ആന എങ്ങനെയാണ് എലിയുടെ പുറത്തു പോവുക എന്നത് ആലോചിക്കുമ്പോൾ ആനയും എലിയും പ്രപഞ്ചത്തിലെ മറ്റ് എല്ലാ ജീവജാലങ്ങളും പരസ്പര പൂരിതമായി നിൽക്കുന്ന ഒരു സങ്കല്പത്തിൽ, ഒരു സന്ദർഭത്തിൽ മാത്രമാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകളെ, ഋതുഭേദങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക. അത്തരത്തിൽ നമ്മുടെ പ്രകൃതിയിൽ സംവത്സരങ്ങളും ഋതുഭേദങ്ങളും ഉണ്ടാക്കുന്നതിന് ആധാരമാണ് അദ്ദേഹത്തിന്റെ നെഞ്ചിലുള്ള ശ്രീവത്സം എന്ന ചിഹ്നം. അടുത്തത് ശംഖം. പ്രപഞ്ചത്തിന്റെ ആദിനാദമായി പറയുന്ന പ്രണവ ശബ്ദമാണ് ഓംകാരം. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി എന്ന മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണ്. ലോകം ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ പൊട്ടിത്തെറിക്ക് കാരണമായ ശബ്ദമാണ് ഓംകാരം. ലോകത്തിന്റെ ആത്യന്തികമായ ജ്ഞാനമായ ഓംകാരത്തിന്റെ ഉറവിടമാണ് ശംഖ്. അടുത്തത് ചക്രം. ചക്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ചക്രം നമ്മൾ ഏത് ദിശയിൽ നോക്കുമ്പോഴും അത് ഒരേ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സുദർശന ചക്രം ഏത് ആംഗിളിൽ, ഏത് സ്പീഡിൽ, എങ്ങനെ ഭ്രമണം ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഭൂമിയുടെ ഭ്രമണ പരിക്രമണങ്ങൾ. മഹാസുദർശന ചക്രം, സുദർശനം, നല്ല ദർശനം. ധർമ്മിക്ക് നല്ല ദർശനവും അധർമ്മിക്ക് ഹിംസമായ ആയുധവുമാണ് സുദർശന ചക്രം. സുദർശന ചക്രം ഓരോ ആംഗിളിൽ നിന്ന് വരുന്ന അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നു എന്നാണ് സനാതന സംസ്കാരം പറയുന്നത്. അടുത്തത് ഗദ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജാതകം നോക്കുമ്പോൾ അതിൽ നക്ഷത്രങ്ങളുടെ ക്രമണം വ്യത്യസ്തമായിരിക്കും. വ്യാഴത്തിന് അപഹാരമുണ്ട്, വ്യാഴം ഉച്ചസ്ഥായിലാണ്, ബുധൻ ഉച്ചസ്ഥായിലാണ്, നീചരാശിയുണ്ട്, ചൊവ്വ ദോഷമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൗരയൂഥത്തിലെ നക്ഷത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കേണ്ടത് എന്നതിനെ നിയന്ത്രിക്കുന്നതാണ് ഗദ. ആത്യന്തികമായ ഒന്നാണ് താമര എന്നത്. താമര കാണിക്കുന്നത് വിശുദ്ധിയുടെ പ്രതീകമാണ്. താമര ഒരു വലിയ സന്ദേശം കൂടി നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. കാരണം എവിടെയാണ് താമര വിരിയുന്നത്? ഒരു ചെളിക്കൂട്ടിലാണ് താമര വിരിയുക. ആ ചെളിക്കൂട്ടിൽ നിന്ന് താമര വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിനെ ചെളിക്കൂട്ട് എന്നല്ല പറയാ, താമരക്കുളം എന്നതാണ്. അത്
എന്നതിനാണ്. ഒരു ദരിദ്രനായി ജനിക്കുന്നത് നിന്റെ തെറ്റല്ല, പക്ഷേ നീ ദരിദ്രനായി മരിക്കുന്നുവെങ്കിൽ അത് നിന്റെ മാത്രം തെറ്റാണ് എന്ന് സർ ഫ്രെഡറിക് റോച്ചർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ എനിക്ക് നല്ല ട്യൂഷൻ തന്നായിരുന്നെ ഞാൻ മാർക്ക് വാങ്ങിയേനെ, ഈ വീട്ടിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ ഉയരങ്ങളിൽ എത്തിയേനെ, എന്റെ അച്ഛനും അമ്മയും കുറച്ചുകൂടെ സാമ്പത്തിക ഭദ്രത ഉള്ളവരായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു, എനിക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം കിട്ടിയേനെ. ഇത്തരത്തിൽ നമ്മൾ ജനിച്ച സാഹചര്യത്തെ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ശരീരത്തെ, ഭൗതികമായ നാടിനെ ഒക്കെ പലതരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പരാജയത്തിന്റെ ഹേതുവായി പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ജീവിത ക്രമത്തെയാണ് വിശുദ്ധിയുടെ താമര നമുക്ക് പ്രതീകമായി നൽകുന്നത്. നിങ്ങൾ എവിടെ ജനിച്ചു, ഏത് സാഹചര്യത്തിൽ, ഏത് മതത്തിൽ, ഏത് വ്യക്തിയുടെ മകനായി ജനിച്ചു എന്നതല്ല കാര്യം. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ, ആത്മവിശ്വാസത്തോടുകൂടി നിസ്വാർത്ഥതയോടുകൂടി നിഷ്കാമനായി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു എങ്കിൽ ജീവിത വിജയം നിങ്ങളിലേക്ക് എത്തും എന്ന സന്ദേശമാണ് പകർന്നു നൽകുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ബ്രഹ്മാവും ശിവനും വിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്നതാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. സർവപ്രപഞ്ചത്തിന്റെയും ആശയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന, സന്തുലിതാവസ്ഥ പരിപാലിക്കാൻ സാധിക്കുന്ന ധർമ്മസ്ഥാപകനും ത്രിഗുണാത്മിയുമാണ് ഈശ്വരൻ. സത്വ രജ തമോ ഗുണാത്മകമാണ് ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരം. ഇതിൽ സത്വഗുണത്തിന്റെ പ്രതീകമാണ് സുദർശന ചക്രം, രജോ ഗുണത്തിന്റെ പ്രതീകമാണ് പാഞ്ചജന്യം, തമോ ഗുണത്തിന്റെ പ്രതീകമാണ് കൗസ്തുഭം. ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ഭൗതികമായ ശരീരത്തെ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ശക്തി വിഷ്ണുവിൽ അധിഷ്ഠിതമാണ്. പലപ്പോൾ മഹാസുദർശന യാഗങ്ങൾ ചെയ്യുകയും മഹാസുദർശന മന്ത്രങ്ങൾ പറയുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മനോവിധകൾക്കുള്ള പരിഹാരവും നമ്മുടെ നക്ഷത്രങ്ങളിൽ കാണുന്ന ശനി പോലുള്ള അപഹാരത്തിന് ഏറ്റവും ആത്യന്തികമായ ഫലപ്രദാനവുമാണ് മഹാസുദർശനം. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാസ്റ്റു പ്രയശ്ചമേ. ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യുർമോചയ മോചയ. ഓം നമോ മഹാസുദർശനായ ദീപ്തി സർവദിക്ഷോഭണകരായ ഹുംബഡ്ബ്രഹ്മണേ പരംജ്യോതിഷേ സ്വാഹ. ഇതാണ് മഹാസുദർശന മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹണാദി ദോഷങ്ങൾ ഇല്ലാതെയാകും എന്നാണ് പറയുക. ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിന്റേതും അനാചാരത്തിന്റേതും അല്ല ഹിന്ദുമതം. ഒരു വ്യക്തിയുടെ ജീവിതക്രമത്തിൽ അദ്ദേഹം കടന്നു പോകുന്ന മനോവിധകൾക്കുള്ള ആത്യന്തികമായ ഒരു പരിഹാരം കൂടിയാണത്. പക്ഷേ അത് ഏത് രീതിയിൽ നമ്മൾ എടുക്കുന്നു എന്നതിലാണ് കാര്യം. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു തെരുവിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വയലിൻ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു വ്യക്തിക്കും പഠിക്കാനും അനുകരിക്കാനും സാധിക്കാത്ത രീതിയിൽ ഏറ്റവും പാടായ രീതിയിലാണ് വയലിൻ വായിക്കുക. അപ്പൊ അത് കണ്ട് 2-3 പേരൊക്കെ അവിടെ നിന്നു. ബാക്കി എല്ലാവരും അതിന് തൊട്ടപ്പുറത്ത് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള വയലിനിസ്റ്റ് വന്ന് അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം അവിടെ തുടങ്ങുകയാണ്. അപ്പൊ അതിന് സീറ്റ് പിടിക്കാൻ വേണ്ടി ബാക്കി എല്ലാ വ്യക്തികളും അവിടേക്ക് പോയി. അപ്പോ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഈ വ്യക്തി അത്രയും മനോഹരമായിട്ടാണ് വയലിൻ വായിക്കുന്നതെങ്കിലും അത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അദ്ദേഹം അവിടെ സീറ്റ് പിടിച്ചിരിക്കുക, 2-3 പേര് മാത്രം അദ്ദേഹത്തിന്റെ വായന കേൾക്കാൻ വേണ്ടി നിൽക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ആ വയലിൻ നീട്ടിക്കഴിഞ്ഞിട്ട് തന്റെ വസ്ത്രം ഇങ്ങനെ അഴിച്ചു. ആ സമയത്ത് അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് നിഷ്കർഷിച്ചിരുന്ന അത്രയും ഫേമസ് ആയുള്ള വയലിനിസ്റ്റ് ആണ് അവിടെ നിൽക്കുന്നത്. അത് കണ്ടപ്പോ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് പ്രോഗ്രാമിന് അവതരിപ്പിക്കുവാൻ വെച്ചിരുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ തെരുവിൽ നിന്നുകൊണ്ട് മുഷിന്റെ വസ്ത്രത്തോടു കൂടി ഞാൻ അവതരിപ്പിച്ചത്. പക്ഷെ അത് കേൾക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ കഴിവിനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്, ഞാൻ എന്ന വ്യക്തിയാണ്, എന്റെ പ്രശസ്തിയാണ്, എന്റെ വസ്ത്രത്തെയാണ്. അത് മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യം കൂടിയുണ്ട്. ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനും തമ്മിലുള്ള സഹോദര ബന്ധം അല്ലെങ്കിൽ ആ ഒരു കൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് വസ്ത്രം മാറാനായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് സമയം എടുത്തു. അർജുനെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ എപ്പോ റെഡി ആയിട്ട് വരുന്ന അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ആ പറഞ്ഞ സമയം അദ്ദേഹം വരുന്നില്ല. കുറെ നേരം കഴിഞ്ഞിട്ട് അർജുനൻ പോയി നോക്കുമ്പോൾ അദ്ദേഹം തന്നെ ആടയാഭരണങ്ങളൊക്കെ എടുത്തിട്ട് അണിയുകയാണ്. അപ്പൊ അർജുനൻ ചോദിച്ചു, അല്ലയോ ദേവ, അങ്ങ് സാധാരണ ഇത്തരത്തിലുള്ള ആടയാഭരണങ്ങളൊന്നും ധരിക്കാറില്ലല്ലോ, പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയും മനോഹരമായിട്ട് ഒരുങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അല്ലയോ അർജുന, ഞാൻ ഇന്ന് കാണാൻ പോകുന്ന
5 മണിയാവുമ്പോ 5 മണി സമയത്ത് അല്ലെങ്കിൽ 4 മണി 5 മണിയുടെ സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തില് ഗുരുവായൂർ അമ്പലത്തിൽ നിർമ്മാലം തൊഴാനായിട്ട് വരും. അപ്പൊ നിർമ്മാലം തൊഴാനായിട്ട് വരുന്ന വ്യക്തികൾ അവിടെ നേരത്തെ റൂമൊക്കെ എടുത്ത് വളരെയധികം കുളിച്ച് ഫ്രഷ് ആയിട്ട് അടയാഭരണമൊന്നും ഇട്ടല്ല പോവാ. അവരെ ഈറനോട് കൂടി ദൈവത്തെ കാണാൻ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ചന്ദനമൊന്നും ചാർത്താത്ത ആ വിഗ്രഹം കണ്ടു തൊഴുതാണ് അവർ വരുന്നത്. പക്ഷെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഗുരുവായൂർ പോകുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇരിക്കുക? എല്ലാ സർവാഭരണ വിഭൂഷിതരായിട്ടാണ് ഗുരുവായൂരപ്പം ഇരിക്കുക. അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അത് ഡിസർവ് ചെയ്യുന്ന വ്യക്തികളിലേക്ക് മാത്രം എത്തിക്കുക എന്നത് ഒരു വലിയ ജ്ഞാനമാണ്. ഈയിടെ നമ്മുടെ എല്ലാവരുടെയും പ്രശസ്തയായ ഒരു സിനിമ ആക്ട്രസ് ആണ് ലെന. അവരുടെ ഒരു ഇന്റർവ്യൂ വലിയ രീതിയിൽ ട്രോള് ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ വൈറലാണ്. അവർ പറയുന്ന ഓരോ കാര്യത്തിൽ ഇങ്ങനെ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട്, ഞാനൊരു പേന വെച്ച് എഴുതുകയാണ്, അപ്പൊ എനിക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഈ പേന ഞാൻ വെച്ചിട്ട് എഴുതുകയാണെന്ന്. പക്ഷെ ആത്യന്തികമായി ഞാൻ പേനയുടെ ആരുമല്ല, പേനയും ഞാനുമായിട്ട് ബന്ധമില്ല എന്ന്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് എല്ലാവരും അവരെ ട്രോളി. ആദ്യം കേൾക്കുമ്പോൾ നമുക്കും തോന്നിയവർ എന്താണ് ഈ പറയുന്നത്. പക്ഷെ വേദാന്തത്തിൽ, ഞാനൊരു വേദാന്ത വിദ്യാർത്ഥിയാണ്, വേദാന്തത്തിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് അവരത് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞത് ഒരു പ്രഭാഷണ വേദിയിലോ വേദാന്തികളുടെ സദസ്സിലോ അല്ല. അവരുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനിരിക്കുന്ന കുറെ രസികരുടെ മുമ്പിലാണ്. അവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കത് സ്വീകാര്യമാകണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല സത്യങ്ങളും. നമ്മൾ അത് അർഹിക്കുന്നവരിലേക്ക് എത്തിച്ചില്ല എങ്കിൽ പലപ്പോഴും ദുർവ്യാഖ്യാനത്തിന് വിധേയമാകും. നവരാത്രി പൂജയില് കാളരാത്രിയിൽ വന്നുകൊണ്ട് മഹിഷാസുരനെ നിഗ്രഹിക്കുന്ന, ചണ്ടാലകുലനെ നിഗ്രഹിക്കുന്ന രോക്ഷാകുലമായ ദേവിയുടെ രൂപത്തെ നമുക്ക് കാണാം. ചണ്ടാലകുലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെയധികം അക്രമം ചെയ്തുകൊണ്ട് ലോകത്തെ എല്ലാവർക്കും ഇങ്ങനെ ആക്രമണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഒരു വരം നേടിയിട്ടുണ്ട്. ബ്രഹ്മാവിൽ നിന്നും വരം നേടി, ഞാൻ എന്നെ ആരെങ്കിലും കൊല്ലാൻ വരികയാണെങ്കിൽ എന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ അതിൽ നിന്നും 1000 രക്തബീജന്മാർ ഉണ്ടാകട്ടെ എന്ന്. ബ്രഹ്മാവ് തഥാസ്തു എന്ന് പറഞ്ഞു പോയി. അപ്പൊ അദ്ദേഹത്തെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രക്തം ഭൂമിയിൽ വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അത്രയും ശക്തിയുള്ള 1000 രക്തബീജന്മാർ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എല്ലാ യുദ്ധത്തിലും അദ്ദേഹം ജയിക്കുന്ന സമയത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ സമന്വയിച്ച് കാളരാത്രിയായി വന്നുകൊണ്ട് ചണ്ടാലകുലനെ നിഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചണ്ടാലകുലനെ നിഗ്രഹിക്കുവാൻ വേണ്ടി ദേവി ഏറ്റവും സാത്വികമായ ഭാവത്തിലല്ല വന്നത്, തന്റെ ഏറ്റവും തമോ ഗുണപ്രധാനമായ ഒരു രൂപത്തിലാണ്. നമ്മുടെ മുമ്പിലേക്ക് ഒരു വ്യക്തി മോശമായ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, അപഹാസ്യപരമായ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വാക്കുകൾ കൊണ്ട് നമ്മളെ ആക്രമിക്കുമ്പോൾ നിശബ്ദരായി നിൽക്കാനല്ല സനാതന സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ട് പതറാനല്ല പറയുന്നത്. അവരുടെ ജീവിത ശൈലികൾ കൊണ്ട്, അവരുടെ ജീവിത സംസ്കാരം കൊണ്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിൽ തളരാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നായക്കുട്ടികളുടെ കുരകേട്ട സോദര നീ പതരരുത്, ഈ വാക്കുകളെ നിങ്ങൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. സ്വാമി വിവേകാനന്ദനെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനാക്കിയ ഒന്നാണ് ചിക്കാഗോ മതപ്രഭാഷണം. ചിക്കാഗോ മതപ്രഭാഷണ വേദിയിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം കാവി വസ്ത്രം കൊടുത്തിട്ടാണ് പോവുക. അപ്പോൾ ചിക്കാഗോ പോലെയുള്ള സർവമത സമ്മേളനത്തിന് അവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളെല്ലാം തന്നെ കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് വളരെ ലളിതമായ വേഷത്തിൽ വിവേകാനന്ദൻ ഇരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും പ്രസംഗിക്കാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവസാനം പ്രസംഗിക്കാം. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഓക്കെ, ഈ ഡ്രസ്സൊക്കെ ഇട്ട വ്യക്തി എന്ത് പറയാനാണ്? മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന ഒറ്റ പ്രഭാഷണത്തിലൂടെ ആർഷഭാരത സംസ്കാരത്തെ ലോകത്തിന് നെറുകയിലെത്തിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ. ആ മതപ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു മദാമ അവർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്, can I ask you something? അപ്പൊ അദ്ദേഹം സദസ്യരുമായിട്ട് സംബന്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചോദിച്ചോളൂ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കുകയാണ്, അവരെന്താണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഹേ സ്വാമി, ഐ നീഡ് എ ചൈൽഡ് ഫ്രം യു. എനിക്കൊരു കുട്ടിയെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. അപ്പോ സ്വാമി വിവേകാനന്ദനെ പോലെ തപസ്വിയായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇത്രമേൽ ബാലിഷ്യമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സദസ്യര് മുഴുവൻ വികാരാധീനരായി. എന്നിട്ട് പറഞ്ഞു, അവരെ വിളിച്ചിറക്കിക്കൊണ്ട് വരും, അവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, അവരെ ആക്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ് സദസ്യരെല്ലാവരും ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു വലിയ മന്ദഹാസത്തോടു കൂടി സ്വാമി വിവേകാനന്ദൻ ആ പടി ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോയി. അപ്പൊ എല്ലാവരും ഉറ്റുനോക്കുകയാണ്, ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പൊ അദ്ദേഹം അവരുടെ അടുത്ത് വളരെ ശാന്തനായി പറഞ്ഞു, അല്ലയോ ദേവി, ഹിയർ ഈസ് യുവർ ചൈൽഡ്.
നിന്റെ മകൻ ഇതാ നിൽക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഈ ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒരു ഉത്തരം നൽകാൻ പ്രേരിപ്പിച്ചു എന്നതിന് അദ്ദേഹം പറയുന്നത്, ഐ കെയിം ഫ്രം ദ ലാൻഡ് ഓഫ് ഓംകാര, ഞാൻ ഓംകാരത്തിന്റെ നാട്ടിൽ നിന്നുമാണ് വരുന്നത്, ആർഷഭാരത സംസ്കാരമാണ് എനിക്കുള്ളത് എന്ന്. ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതക്രമത്തിൽ അദ്ദേഹം കടന്നു പോകുന്ന ദിനചര്യകളെ ക്രമീകരിച്ചുകൊണ്ട് ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയായി എങ്ങനെ മാറണം എന്ന ഉപദേശങ്ങളാണ് സനാതന സംസ്കാരം നമുക്ക് പകർന്നു നൽകുന്നത്. അതിന്റെ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന വിവേചന മുക്തിയുള്ള വ്യക്തിയായി നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥ ഭാരതീയനായി നിങ്ങൾ മാറുന്നത്. ഈശ്വരാരാധനയെ ചേരുന്നതിനൊപ്പം തന്നെ സഹജീവികളെ സ്നേഹിക്കാൻ കഴിയുക, മറ്റുള്ളവരുടെ വിഷമത്തിൽ കണ്ണീരണിയാൻ സാധിക്കുന്ന ഒരു വലിയ പൈതൃകം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനായി നിങ്ങൾ മാറുക. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാനൊരു നല്ല ഹിന്ദുവാണ്, അതുകൊണ്ട് ഞാനൊരു നല്ല മുസൽമാനുമായിരിക്കുന്നുണ്ട്. നമ്മുടെ മതത്തിന്റെ ആശയങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ മതവികാരങ്ങളെ ദൃഢപ്പെടുത്താതിരിക്കാനുള്ള എല്ലാത്തിലും അടങ്ങുന്നത് പല മതങ്ങൾ, പല നദികൾ ഒരു സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെയാണ്, എല്ലാ ബ്രഹ്മത്തിലേക്കാണ് എന്ന തുറന്ന സമീപനത്തോടുകൂടി വിശ്വസിക്കുമ്പോഴാണ് സനാതന സംസ്കാരം അത്യുന്നതത്തിൽ എത്തുന്നത്. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും ലോകത്തിന് സംഭാവന ചെയ്ത ഭാരതം, ഇലക്ട്രോ മാഗ്നറ്റിക് യുഗം ഉണ്ടാകുമെന്ന കലിയുഗ വധയിലൂടെ പ്രവചിച്ച ഭാരതം, പൂജ്യത്തിന്റെ മൂല്യം നിർണയിച്ച് ആര്യഭട്ടന് ജന്മം നൽകിയ ഭാരതം, അപരിഷ്കൃത നാടാണ് ഭാരതം എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്നൊറ്റ പ്രസംഗത്തിലൂടെ ആർഷഭാരത സംസ്കാരത്തെ ലോകത്തിന് നിറകിലെത്തിച്ച ഭാരതം, ആയുർവേദത്തെ അഥർവേദത്തിലൂടെ ലോകത്തിന് സംഭാവന ചെയ്ത ഭാരതം. ഭാരതത്തിന് ആവശ്യം ഇരുമ്പ് പോലുള്ള മാംസപേശികളും ആർക്കും തടുക്കാനാകാത്ത ഇച്ഛാശക്തിയുമാണ്. ഭാരതീയരാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കൂ, ലോകത്തിന്റെ ശ്രേയസ്സാവട്ടെ നമ്മുടെ ലക്ഷ്യം. നീ കത്തി ജ്വലിച്ചില്ലെങ്കിൽ, ഞാൻ കത്തി ജ്വലിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഇരുട്ടിനെ പിന്തുടർന്ന് തോൽപ്പിക്കുക? അതെ, ഇരുട്ടിനെ പിന്തുടർന്ന് തോൽപ്പിക്കുന്ന ഭാവിയുടെ ദീപനാളങ്ങളായി വളർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ശങ്കരാചാര്യരെ പോലെ, ജീസസ് ക്രൈസ്റ്റിനെ പോലെ, നബിപ്രവാചകനെ പോലെ മതത്തിന്റെ മതിലുകൾക്ക് അപ്പുറത്തായി ഹിന്ദു മതം എന്ന സാംസ്കാരികതയുടെ മൂല്യം മനസ്സിലാക്കുന്ന നല്ല വ്യക്തികളായി വളർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശ്വരത്തിലെ ഒരു മന്ത്രത്തോടുകൂടി ഈ പ്രഭാഷണത്തിന് ഇവിടെ വിരാമം വിടുകയാണ്. ഓം വാഗ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത ആവീരാവീർണ വേദസ്യ മാണീസ്തം ശ്രുതം മേ വാ പ്രഹാസ്യം അനേനാധീതേന അഹോരാത്രാം സന്തതാമി ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. എന്റെ വാക്ക് എന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ, എന്റെ മനസ്സ് എന്റെ വാക്കിൽ ഉറച്ചു നിൽക്കട്ടെ. സ്വയം പ്രകാശിക്കുന്ന ആത്മ ചൈതന്യമേ എനിക്ക് പ്രത്യക്ഷമായി ഭവിച്ചാലും ആ ബ്രഹ്മം എന്നെ രക്ഷിക്കട്ടെ, ആ ബ്രഹ്മം ലോകത്തെ രക്ഷിക്കട്ടെ. ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇത്രയും സമയം എന്റെ എളിയ ആധ്യാത്മിക പ്രഭാഷണം ഏറെ ശ്രദ്ധയോടെ ശ്രവിച്ച പിടവൂർ നിവാസികൾക്കും എന്റെ ആധ്യാത്മിക പ്രഭാഷണം ഇവിടെ വഴിപാടെ സമർപ്പിക്കുന്ന ശ്രീ അജിത് ശിവൻ പുന്നമൂട്ടിൽ വീട് പിടവൂർ അവർക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ മഹാവിഷ്ണുവിന്റെ പാതാരവിന്ദങ്ങളിൽ സവിനയം സാദരം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.